നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL താരലേലം കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഓരോ സ്ക്വാഡിനെ ഇങ്ങനെ വിലയിരുത്തി വരികയാണ്. ആരൊക്കെയാണ് സ്ക്വാഡിലേക്ക് എടുത്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം തറോ ആയിട്ടുള്ള അനാലിസിസ് നാളെ നടത്താം. എത്ര രൂപ ചിലവാക്കി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ടീമുകളുടെ സ്ക്വാഡ് നോക്കുന്നുണ്ട്. ഒന്ന് പഞ്ചാബ് കിങ്സും മറ്റൊന്ന് DC. ആദ്യം പഞ്ചാബ് കിങ്സിൽ തുടങ്ങാം. അവർ 25 സ്ലോട്ടും ഫില്ല് ചെയ്തു. 8 ഓവർസീസ് പ്ലേയേഴ്സിനെയും എടുത്തു. 121.5 കോടിയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 3.5 കോടി പേഴ്സിൽ ബാക്കിയുണ്ട്. ഇന്നിപ്പോൾ ഒരു സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു ബെൻ ഡോർഷീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 4.4 കോടി കൊടുത്തു. കൂപ്പർ കനോലി മറ്റൊരു ഓസ്ട്രേലിയൻ താരത്തെ കൊണ്ടുവന്നു 3 കോടിക്ക്. പിന്നെ അവർ കൊണ്ടുവന്ന താരം പ്രവീൺ ദ്യൂബെ ആയിരുന്നു. പ്രവീൺ ദ്യൂബയ്ക്ക് വേണ്ടി അവർ 30 ലക്ഷം കൊടുത്തു. അതുപോലെ തന്നെ അവർ വിശാൽ നിഷാദിനെ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും കൊടുത്തു 30 ലക്ഷം രൂപ. അപ്പോൾ ഈ 4 താരങ്ങളെയാണ് അവർ സ്ക്വാഡിലേക്ക് എത്തിച്ചു. ബാക്കി അവരുടെ സ്ക്വാഡ് ഓൾറെഡി സെറ്റാണ്. അവരുടെ സ്ക്വാഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ യശ്വേന്ദ്ര ചാഹൽ, അർഷ്ദീപ് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, മാർക്കോ യെൻസൻ, ശശാങ്ക് സിംഗ്, ബെൻ ഡോർഷീസ്, നെഹാൽ വധേര, പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻ ഷാരിയ, മിച്ചൽ ഓവൻ, കൂപ്പർ കനോലി, അസ്മത്തുള്ള ഒമർ സായി, ലോക്കി ഫെർഗൂസന്, വിജയകുമാർ വൈശാഖ്, യാഷ് താക്കൂർ, ഹർപ്രീത് ബ്രാർ, വിഷ്ണു വിനോദ്, സേവ്യർ ബാറ്റ്ലെറ്റ്, പ്രവീൺ ദ്യൂബെ, വിശാൽ നിഷാദ്, സൂര്യാൻ ഷെഡ്ഗെ, അതുപോലെ അവിനാഷ്, മുഷീർ ഖാൻ, ഹർനൂർ സിംഗ്. ഇതാണ് അവരുടെ സ്ക്വാഡ്. ഇനി നമ്മൾ DC കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ DC 25 സ്ലോട്ടും അവർ ഫില്ല് ചെയ്തു. 8 ഓവർസീസ് താരങ്ങളുണ്ട്. 124.65 കോടിയാണ് അവർ ആകെ സ്പെൻഡ് ചെയ്തത്. 35 ലക്ഷം അവരുടെ പേഴ്സിൽ ബാക്കിയുണ്ട്. അവരിന്ന് പ്രധാനമായിട്ടും കൊണ്ടുവന്ന താരം ഔക്കീദ് നബിയാണ്. എല്ലാവരും ഉറ്റു നോക്കിയതാണ് അതേ താരം കൊണ്ടുവന്ന് 8.4 കോടിക്ക് കാശ്മീരി പേസർ അവർ സ്വന്തമാക്കി. പത്തു നിസാങ്കക്ക് 4 കോടി ചിലവഴിച്ചു. KL ജമീസിന് 2 കോടി ചിലവഴിച്ചു. ലുങ്കി എങ്കിഡിയെ 2 കോടിക്ക് കൊണ്ടുവന്നു. ബെൻഡക്കറ്റിനെ 2 കോടി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡേവിഡ് മില്ലറെ 2 കോടിക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പൃഥ്വി ഷോയെ 75 ലക്ഷത്തിന് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന മറ്റൊരാൾ സാഹിൽ പ്രകാശാണ്. അദ്ദേഹത്തിന് വേണ്ടി അവർ ചിലവഴിച്ചത് 30 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരുടെ ബൈ. അപ്പോൾ അവരുടെ സ്ക്വാഡ് മൊത്തം നോക്കാം. അക്സർ പട്ടേൽ, KL രാഹുൽ, കുൽദീപ് യാദവ്, മിച്ചൽ സ്റ്റാർക്ക്, T നടരാജൻ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, അക്കിബ് നബി, മുകേഷ് കുമാർ, നിതീഷ് റാണ, അഭിഷേക് പോഡൽ, പതുൻ നിസാങ്ക, അതുപോലെ തന്നെ ആശുതോഷ് ശർമ്മ. സോ മികച്ച താരങ്ങൾ അവരുടെ ടീമിലുണ്ടെന്നർത്ഥം. ദെൻ KL ജാമീസൻ, ലുങ്കി എങ്കീഡി, ബെൻ ഡക്കറ്റ്, ഡേവിഡ് മില്ലർ, സെമീർ റിസ്വി, പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള താരം റീറ്റേൺ ചെയ്തിട്ടുള്ള താരം ദുഷ്മന്ത ചമീര അവരുടെ സ്ക്വാഡിലുണ്ട്. പിന്നെ പ്രതീക്ഷയായി കൊണ്ടുവന്നു. കരുൺ നായർ ഓൾറെഡി ഉണ്ട്. വിപ്രാജ് നിഗമുണ്ട്. അതോടൊപ്പം തന്നെ മാധവ് തിവാരി അവരുടെ സ്ക്വാഡിൽ റിട്ടേൺ ചെയ്തിട്ടുള്ള താരമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സാഹിൽ പ്രകാശുണ്ട്. കൂടാതെ വിജയ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ത്രിപുരാന വിജയ് അവരുടെ സ്ക്വാഡിൽ ഓൾറെഡി ഉള്ളതാണ്. അദ്ദേഹത്തെ അവർ റിട്ടേൺ ചെയ്തതാണ്. അതുപോലെ തന്നെ അജയ് മണ്ഡലും റിട്ടേൺ ചെയ്തതാണ്. ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ്. മൊത്തത്തിൽ നോക്കുമ്പോൾ മികച്ച ഒരു സ്ക്വാഡായിട്ട് തന്നെ അവർ മാറിയിട്ടുണ്ട്. അവരുടെ ബാറ്റിങ്ങിലേക്കൊക്കെ ഇപ്പം ബെൻ ഡക്കറ്റിനൊക്കെ എത്തിച്ചുകൊണ്ട് അവർ കൂടുതൽ കരുത്തുറ്റ ടീമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച പേസ് ബോളിംഗ് നിരയായിട്ട് മാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.